ഹലോ വെൽക്കം ബാക്ക്. തമ്മിലേയും കണ്ടപ്പോൾ തന്നെ ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സപ്പോർട്ട് തന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇതിപ്പോൾ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗോണ്ട് എന്ന് പറഞ്ഞ സാധനമാണോ പനങ്കൽക്കണ്ടവും? ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് പനങ്കൽക്കണ്ട്, ഈ ബ്ലാക്ക് കളറുള്ളത് പനങ്കൽക്കണ്ടും സ്വർണ്ണ കളറുള്ളതാണ് ഗോണ്ട്. പനങ്കൽക്കണ്ടം നമ്മളെ പാം ഷുഗറാണ്, പനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തത് അക്വേഷ്യ മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു ഗമ്മാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഓൺലൈനിൽ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കമൻറ്റിൽ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഇതാണ് ഗോണ്ട്. ഇത് നമ്മൾ ഒത്തിരി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പനങ്കൽക്കണ്ടം അതുപോലെ തന്നെ നമ്മളെ ഒത്തിരി ഗുണമുള്ള ഒന്നാണ്. ഇതാണ് പനങ്കൽക്കണ്ടം. പനങ്കൽക്കണ്ടം കറുപ്പ് നിറത്തിലും ഗോണ്ട് സ്വർണ്ണ നിറത്തിലാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ഗീ ആണ്, നാടൻ പശു നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോണ്ട് ഇട്ട് കൊടുക്കുക. ഗോണ്ട് ഇതുപോലെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ പൊട്ടി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇതാ ഗോണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പൊട്ടി വരുന്ന രൂപത്തിലാവണം. നെയ്യിൽ വറുത്താലാണ് ഇതുപോലെ ആവുക. എന്നിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നെയ്യ് അടക്കം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക. അരച്ചിട്ട് മാറ്റി വെക്കുക. അടുത്തതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നാടൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഗീ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യ് ഉപയോഗിക്കുന്നതൊക്കെ നെയ്യ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക. ഇതിപ്പോൾ 1/4 കപ്പ് അളവിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. ഒരു 1/4 കപ്പ് എടുക്കുന്നെങ്കിൽ എല്ലാ സാധനങ്ങളും 1/4 കപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. സാധാരണ തേങ്ങയാണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ തേങ്ങ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിന് കുറച്ച് ദിവസം നമ്മൾ അടച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഫ്രഷ് തേങ്ങ ഉപയോഗിക്കുമ്പോൾ കാറൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഒന്ന് നന്നായി ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ബദാം ഇട്ട് കൊടുക്കുക. എല്ലാം ഒരേ മെഷർമെൻറ്റിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 1/4 കപ്പാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാം 1/4 കപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 1/4 കപ്പ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമിൻ്റെ ഗുണങ്ങൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അതുപോലെ തന്നെ നിലക്കടലയുടെ ഗുണങ്ങളും കഴിഞ്ഞ 2 വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ എല്ലിന് കുറേ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മളെ ബദാമും നിലക്കടലയും. അതുപോലെ തന്നെ 1/4 കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട്. വാൾനട്ടും നമ്മളെ ബ്രെയിനിന് ശക്തി കൂട്ടാനും എല്ലിന് ശക്തി കൂട്ടാനും പല്ലിന് ശക്തി കൂട്ടാനും പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ് വാൾനട്ട്. ഇനി അടുത്തത് 1/4 കപ്പ് മെലൺ സീഡാണ്. ഇതും അതുപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതൊക്കെ നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയെടുക്കാം. അതിലേക്ക് ഗോണ്ട് പൊടിച്ചിട്ടുണ്ടായിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കുക. ആദ്യം ഗോണ്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരം യൂസ് ചെയ്യാത്തവർക്ക് മധുരം യൂസ് ചെയ്യാണ്ട് ഇത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം
വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുന്നെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പനങ്കൽക്കണ്ടം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച നട്ട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നട്ട്സ് കഴിക്കാത്ത മക്കൾ മിഠായിയോട് ഇഷ്ടമുള്ള മക്കൾ എന്തായാലും ഇത് കഴിക്കും. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നട്ട്സ്, അതുപോലെ തന്നെ നമ്മളെ ശർക്കര, നെയ്യ് എല്ലാം നമ്മളെ മുട്ടയിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങളാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരെയും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഒന്ന് നന്നായി വറ്റി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാനിൽ വിട്ട് വരുന്ന വിധത്തിലായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മധുരം വേണ്ടാത്തവർക്ക് പാല് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബ്രൗൺ നിറമാക്കി വെച്ച കോക്കനട്ട് ഉണ്ടല്ലോ, തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ശരിക്കും പാനിൽ വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ജാതിക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ജാതിക്ക നമ്മൾ ഒത്തിരി ബെനിഫിറ്റുള്ള ഒന്നാണ്, ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് ജാതിക്കപ്പൊടി. അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാണ്ട് പോപ്പി സീഡ് എന്ന് പറഞ്ഞാൽ കഷ്കശ. നമ്മൾ ബിരിയാണി മസാലയിലും പൊടിക്കുന്ന ഒരു സാധനമാണ്. അത് ഒത്തിരി നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ്. എല്ലിന് പവർ കൂട്ടാനും നല്ലൊരു ബെനിഫിറ്റുള്ള ഒന്നാണ്. നമ്മൾ എല്ലിനിങ്ങനെ ക്ഷതയേറ്റ എല്ല് ചികിത്സിക്കുന്നവർക്കൊക്കെ പോപ്പി സീഡ് പാലിൽ കലക്കി കുടിച്ചാൽ നല്ല ബെനിഫിറ്റുള്ള ഒന്നാണ്. അത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവരും ഷോപ്പിൽ കണ്ട് പരിചയമുള്ളൂ. പിന്നെ ചില സ്നാക്സിൽ ഇതമ്മ ഉപയോഗിക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ ബർഫിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നന്നായി വരട്ടിയെടുക്കുക. ഇത് നന്നായി പാനിൽ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. 10 ദിവസത്തേക്കെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഡെയിലി രാവിലെ 2 ടീസ്പൂൺ വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം. എന്തായാലും 10 ദിവസം കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും. എന്തായാലും കൊടുക്കുന്നെങ്കിൽ ഡെയിലി കൊടുക്കാം. സ്വീറ്റായിട്ടല്ല, മരുന്നായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസിലൊന്ന് പോയി കണ്ടു നോക്കാം. ഓക്കെ, ബൈ.